എന്നോട് നിന്നെ അടുത്ത് കാണുവാൻ കൊതിച്ചേൻ തുനവും. ഞാൻ ഏറെ നാളായിട്ട് നിന്നെ ഒന്ന് അടുത്ത് കാണാൻ കാത്തിരിക്കുകയാണ്. ഇന്ന് അതിന് യോഗം വന്നിത്. ഇന്നതിന് ഒരു യോഗം, അതിനുള്ള അവസരം എനിക്ക് കിട്ടിയിരിക്കുകയാണ്. നിന്നെയും നിന്നോട് കൂടെ വന്നവരെയും കൊന്ന് ജഗത്രയം പാലിച്ചു കൊള്ളുവൻ എൻ്റെ മുമ്പിൽ അരക്ഷണം നിന്നു. എൻ്റെ മുമ്പിൽ നീ അരക്ഷണം നിന്നാൽ നിന്നെയും കൊല്ലും, നിന്റെ കൂടെ വന്ന സർവമാന സൈന്യത്തെയും സംഹരിച്ച് ഭസ്മമാക്കി ഞാൻ ഈ ലോകത്ത് നിന്ന് നിങ്ങളെ യാത്രയാക്കിയിട്ട് ഈ ജഗത്രയത്തെയും 3 ലോകങ്ങളെയും ത്രിലോകങ്ങളെയും ഞാൻ സംരക്ഷിക്കുന്നതുകൊണ്ട് എന്ന് ശ്രീരാമചന്ദ്ര പ്രഭു പറയുകയും തുടർന്ന് ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊന്ന് ഒപ്പം എഴുതാൻ ദശവക്ത്രനും ശ്രീരാമചന്ദ്രൻ അയക്കുന്ന അതേപോലെ തന്നെ അതേ കണക്കിന് തന്നെ ദശവക്ത്രൻ ഈ രാവണനും തിരിച്ച് അമ്പുകൾ ചെയ്യുക. രണ്ടുപേരും ഒരുപോലെ തന്നെ. അങ്ങനെ ഇത് കവി വാൽമീകി പറയുന്നത് എന്താണ്, പർവ്വതത്തോട് ഏറ്റുമുട്ടുന്ന പോലെ, സമുദ്രം സമുദ്രത്തോടെ ഏറ്റുമുട്ടുന്ന പോലെ ഇന്ന് ആ രാവണ യുദ്ധത്തെ വർണ്ണിക്കാൻ അനന്തന് പോലും സാധിക്കത്തില്ല എന്ന് കവി പറയുന്നു. അങ്ങനെയുള്ള യുദ്ധം അങ്ങോട്ട് ആരംഭിച്ചു. അങ്ങനെ ഏറെ നേരം യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോൾ രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി അദ്ദേഹം അസ്ത്രം പ്രയോഗിച്ചു. പൗരസ്ത്യ ചാപവും വീണത് ഭൂതനെ. പൗരസ്ത്യൻ്റെ രാവണന്റെ കയ്യിലിരുന്ന ചാപം താഴെ വീണു. അയാളുടെ ആയുധമില്ലാതെയായി. ചാരു കിരീടങ്ങളും കളഞ്ഞിടാൻ സാരഥി തന്നെയും കൊന്നുകളഞ്ഞ് ഊഢമോദേന നിന്നു. ദശാസ്യനും രാവണനോട് രാവണന്റെ സാരഥിയെ കൊന്നു, കുതിരകളെ കൊന്നു, തേര് തകർത്തു, അയാളുടെ ആയുധങ്ങൾ ചാപം തകർത്തു, എല്ലാം തകർത്തു കഴിഞ്ഞു. ഇനി നിരായുധനായിട്ട് തേരില്ലാതെ തന്നെ നയിക്കാൻ സാരഥിയില്ലാതെ കുതിരകളില്ലാതെ ആയുധന ഒന്നുമില്ലാതെ വിഷമിച്ച് വിഷണനായി ദുഃഖിച്ച് പരാജയഭീതി കൊണ്ട് നിൽക്കുന്ന രാവണനോട് ശ്രീരാമചന്ദ്ര മഹാപ്രഭു പറഞ്ഞത്, യുദ്ധം നിർത്തിക്കൂ, നീ വീട്ടിൽ പോയി വിശ്രമിച്ചിട്ട് വാ. നമ്മൾ ഇന്നലെ പറഞ്ഞു, രാമോ വിഗ്രഹവാൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് ശ്രീരാമൻ. അദ്ദേഹത്തിന് ഈ സമയത്ത് വേണമെങ്കിൽ രാവണനെ കൊല്ലാം. നിരായുധനായ ആളിനെ കൊല്ലാൻ പാടില്ല. യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുന്നവനെ കൊല്ലാൻ പാടില്ല. മുറിവേറ്റ് നിൽക്കുന്നവനെ കൊല്ലാൻ പാടില്ല. സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കാൻ പാടില്ല. ഇതൊക്കെ ധർമ്മയുദ്ധത്തിൻ്റെ നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ശ്രീരാമൻ തൻ്റെ മുമ്പിൽ തനിക്ക് വളരെ നിസാരമായി എളുപ്പത്തിൽ ഈ രാവണനെ കൊല്ലാമെന്ന് വന്നെങ്കിലും അവൻ്റെ കയ്യിൽ ആയുധമില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, അവൻ നിരായുധനാണ്, നിസ്സഹായനാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നീ വീട്ടിൽ പോയി വിശ്രമിച്ചിട്ട് വാ. ആമയം പാരം നിനക്കുണ്ട് മാനസേ. നിനക്ക് ആമയമുണ്ട്, നിനക്ക് ദുഃഖമുണ്ട്, നിനക്ക് വിഷമമുണ്ട്, പ്രയാസമുണ്ട്, നിനക്ക് ശാരീരികമായിട്ട് ക്ഷീണമുണ്ട്, നിനക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് പോയാലും ഇന്ന് ഭയപ്പെടായ ഏതുമേ, നീ പേടിക്കണ്ട, നീ വീട്ടിൽ പോയിക്കോ. പോയിട്ട് നീ ഇനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോട് ഒരുമ്പെട്ടുകൊണ്ട് ആയോധനത്തിന് നാളെ വരണം. ഇന്ന് നീ പോയി വിശ്രമിച്ചു, നാളത്തേക്ക് നീ പോയി ആയുധങ്ങളൊക്കെ സംഘടിപ്പിച്ച് വീണ്ടും ആളനെയൊക്കെ കൂട്ടി നാളെ വാ, ഇന്ന് നിനക്ക് ക്ഷീണമല്ലേ എന്ന് പറയുന്ന ധർമ്മബോധമുള്ള ശ്രീരാമചന്ദ്രൻ ഭാരതത്തിൻ്റെ ആദർശ പുരുഷനായതിന് നമുക്കൊട്ടും തന്നെ അത്ഭുതമില്ല. അങ്ങനെയുള്ള കാരുണികനായ ആളാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ആദർശ പുരുഷനായി മാറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്ര പ്രഭു ഈ രാവണനെ പറഞ്ഞു വിടുകയാണ്. രാവണൻ അപമാനിതനായി തലയും താഴ്ത്തി ലജ്ജാഭാരത്താൽ തിരികെ വീട്ടിലേക്ക് പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ശ്രീരാമൻ്റെ ബാണങ്ങൾ പുറകെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെങ്കിലും പുറകെ ഇന്നിനി അമ്പെയ്യുമോ എന്ന് പേടിച്ച് അവിടെ കവി പറയുന്നു, ആകുലം പൂണ്ട് തിരിഞ്ഞു നോക്കി തുലവും വേപതുഗാത്രനായി. തിരിഞ്ഞു നോക്കി പുറകെ ശ്രീരാമൻ്റെ രാഘവാസ്ത്രം തുടർന്ന് ഉണ്ടെന്ന് ഒരാകുലം തുടരെ തൻ്റെ പുറകിൽ ശ്രീരാമൻ്റെ ഈ അമ്പുകൾ പിന്നെയും വരുന്നുണ്ടോ, പോകാൻ പറഞ്ഞെങ്കിലും ഇങ്ങനെ പറ്റിച്ചതാണോ, പുറകെ ഇന്നിനി എയ്യുമോ, അമ്പ ചെയ്ത് കൊല്ലുമോ എന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ദശാനനൻ ഈ രാവണൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ചെന്ന രാവണൻ അവിടെ ചെന്ന് വളരെ വിഷണ്ണനായിട്ട് വളരെ ഖിന്നനായിട്ട് അവിടെ ഇരുന്ന അവസരത്തിൽ അദ്ദേഹം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാലോചിച്ചു. നമ്മുടെ വീര്യബലവും കീർത്തിയും നന്മയും അർത്ഥപുരുഷാകാരാദിയും നഷ്ടമായി വന്നത്. എൻ്റെ കീർത്തിയും എൻ്റെ ശക്തിയും വീര്യവും എല്ലാം നശിച്ചു. എന്ന് മാത്രമല്ല, എനിക്കിതൊക്കെ വരാൻ ചില കാരണങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഞാനിതൊക്കെ അനുഭവിക്കേണ്ടവനാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ഈ ശത്രു എന്ന നിലയ്ക്ക് മാത്രമല്ല താൻ വധാർഹനായത്, അല്ലെങ്കിൽ മരണത്തിന് താൻ അർഹനായത്, തനിക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തനിക്കുണ്ടായിട്ടുള്ള ചില ദോഷങ്ങളെക്കുറിച്ച്, താൻ ചെയ്ത ചില തെറ്റുകളെക്കുറിച്ച് രാവണനപ്പോൾ അവിടെ വെച്ച് ഓർക്കുകയാണ്. രാവണനെ സംബന്ധിച്ച് രാവണൻ്റെ ജീവിതത്തിൽ
നിരവധി ശാപങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് നിരവധി ശാപങ്ങൾ. അത് സാധാരണ മനുഷ്യരുടെ മുതൽ ദേവന്മാരുടെ വരെയുള്ള അനവധി ശാപങ്ങൾ ഏറ്റുവാങ്ങിയ ജന്മമാണ് ഈ രാവണൻ്റേത്. ആ ശാപങ്ങളൊന്നും നിഷ്ഫലമായി വരത്തില്ല. കാരണം ദേഹം നൊന്ത്, മനസ്സ് നൊന്ത്, മാനം നൊന്ത് ഇങ്ങനെയൊക്കെയുള്ള അപമാനിതരായവർ, പിന്നെ മരണത്തെ പുൽകേണ്ടി വന്നവർ, ഇങ്ങനത്തെയുള്ള പലരും ഏറ്റവും ദുഃഖത്തോടു കൂടി ശപിച്ചതാണ്. ദുഃഖത്തോടു കൂടി ശപിച്ചാൽ ആ ശാപം ഫലിക്കാതിരിക്കത്തില്ല. പ്രത്യേകിച്ച് മഹർഷിമാരുടെയും പതിവ്രതമാരുടെയും ഒക്കെ ശാപങ്ങൾ ഫലിക്കാതിരിക്കത്തില്ല. അതുകൊണ്ട് തനിക്ക് ഉണ്ടായ ഈ ശാപങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം ഒന്ന് ഓർത്തു. എന്താണ്? കഷ്ടകാലം നമുക്ക് ആഗതം നിശ്ചയം, വേദാവുതാനും ആരണ്യഭൂപനും